ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ മലയാള മനോരമ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ചെറിയ കോളം വാർത്തയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഈ വാർത്ത ആദ്യം വായിക്കാം, അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതേ നിങ്ങൾ ഈ കാണുന്ന തലക്കെട്ടിൽ മുട്ട ഉൽപ്പാദനത്തിൽ കേരളം ആവശ്യത്തിലും ഉള്ളതിലും 310.88 കോടി കുറവ്. തിരുവനന്തപുരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു വർഷം കേരളത്തിലേക്ക് എത്തുന്നത് 300 കോടി കോഴിമുട്ടകളും 40 കോടി താറാവ് മുട്ടകളും. ഇതുവഴി 1500 കോടി രൂപയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. കേരളത്തിൻ്റെ ആവശ്യവും ഉൽപ്പാദനവും തമ്മിൽ 310.88 കോടി മുട്ടയുടെ അന്തരമുണ്ടെന്ന് മന്ത്രി ചിഞ്ചു റാണി നിയമസഭയിൽ അറിയിച്ചു. KCMR നിർദ്ദേശപ്രകാരം മുതിർന്ന ഒരാൾക്ക് പ്രതിവർഷം 180 മുട്ടയും കുട്ടിക്ക് 90 മുട്ടയും ആവശ്യമാണ്. ഇതനുസരിച്ച് കേരളത്തിൽ വർഷം 529 കോടി മുട്ടയാണ് ആവശ്യം. എന്നാൽ ആഭ്യന്തര ഉൽപ്പാദനം 218.12 കോടി മാത്രമാണ്. ഈ ന്യൂനത പരിഹരിക്കണമെങ്കിൽ വർഷം 300 ലക്ഷം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ കർഷകർക്ക് അധികമായി നൽകേണ്ടി വരുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതാണ് പത്രവാർത്ത. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പുതിയ സംരംഭം തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഒരു മുട്ടക്കോഴി വളർത്തുന്ന ഒരു പുതിയ സംരംഭം തുടങ്ങാനായിട്ട് അതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലേക്കോ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളത് കൂടെ മന്ത്രി ഒന്ന് പുനഃപരിശോധിക്കേണ്ടത് നല്ലതാണ്. കാരണം നമ്മൾ ചെല്ലുന്ന സമയത്ത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത രീതിയിലുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കണം. അത് വേറെ കാര്യം, ശരി, അതൊക്കെ നമ്മൾ റെഡിയാക്കാൻ തയ്യാറാണ്. ഇതെല്ലാം റെഡിയാക്കി കൊണ്ടു ചെന്ന് അവിടെ എത്തുമ്പോൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല 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 കാരണങ്ങൾ പറഞ്ഞ് ഇതിനെ മുടക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എല്ലാവരും അല്ല, ഒരു 80% അങ്ങനെയാണ്. നമ്മുടെ കോഴി വളർത്തൽ മേഖലയിൽ ബ്രോയിലർ ആയാലും മുട്ടക്കോഴി ആയാലും ഇനി അതല്ല മറ്റ് എന്ത് ഫാമിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായാലും അവർക്ക് അനുഭവം ഉണ്ടാവും. തങ്ങളുടെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഇതേപോലെ കയറി ഇറങ്ങി മടുത്ത ആളുകൾ ഒരുപാടുണ്ടാവും. അത് ഇനി വേണ്ട ഉപേക്ഷിച്ച് മറ്റ് പല മേഖലകളിലേക്കും പോയ ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ശരിയാണ്, കാര്യങ്ങൾ ഇത്രത്തോളം ഷോർട്ടേജ് ഉണ്ട്. 310 കോടി മുട്ടയുടെ ഷോർട്ടേജ് ഒരു വർഷത്തിലുണ്ട്. ഇതെല്ലാം നമ്മുടെ സർക്കാർ അധികാരികൾക്കൊക്കെ അറിയാം. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ലഘൂകരിച്ച് നമ്മുടെ കേരളത്തിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം കൂടെ നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ഒരു ചെറിയ വീഡിയോയിൽ ചെറിയൊരു കാര്യം പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മൾ ഇത് കാണുന്ന കോഴി കർഷകർ മുന്നിട്ടിറങ്ങിയിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം.